morning my dear students. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഡിഫറൻസിയേഷൻ ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ്. ചെറിയ രണ്ട് സംഗതികളേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ്, അതിന് മുമ്പെടുത്ത പാരാമെട്രിക് ഫോം, അതിൽ നിന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഫൈനൽ പബ്ലിക് എക്സാമിന്. അപ്പോൾ അത് ശരിക്കും പഠിച്ചോണം. മീൻ വാല്യൂ തിയറം അല്ലെങ്കിൽ റോൾസ് തിയറം, രണ്ട് തിയറമാണ്. അതിലൊരെണ്ണം ചോദിക്കുന്നതാണ്. ഒരെണ്ണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും സെയിമാണ്. അപ്പം ആദ്യം പഠിക്കാൻ വേണം മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം MVT MVT എന്നും പറയും. മീൻ വാല്യൂ തിയറം അല്ലെങ്കിൽ MVT. മീൻ വാല്യൂ തിയറം പറയുന്ന ഇതാണ്: ഒരു ഫംഗ്ഷൻ y = f of x എന്നുള്ളത്. കൺസിഡർ ദ ഫംഗ്ഷൻ y = f of x. This function satisfying if this function satisfying the following conditions. താഴെ പറയുന്ന കണ്ടീഷൻസ് ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, f of x is defined in closed interval AB. ക്ലോസ്ഡ് ഇന്റർവൽ AB യിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ സെയിം ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവലിൽ f of x is defined അല്ല, continuous. f of x is continuous in closed AB. f of x is രണ്ടാമത്തെ കണ്ടീഷൻ, f of x is continuous in closed interval AB. അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ AB യിലെ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം, കണ്ടിന്യൂസും ആയിരിക്കണം. കൂടാതെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. മൂന്നാമതായിട്ട് f of x is differentiable in open interval AB. ഓപ്പൺ ഇന്റർവെൽ ഡിഫറൻഷ്യബിൾ ആയാൽ മതി. ഡിഫൈൻഡും കണ്ടിന്യൂസും ക്ലോസ്ഡ് ഇന്റർവൽ AB യിലും ഡിഫറൻഷ്യബിൾ ഡെറിവേറ്റീവ് ഉണ്ടായാൽ മതി. ആ ഇന്റർവെലിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ മതി. ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ AB. ഓപ്പൺ ഇന്റർവൽ AB യിൽ എല്ലാ പോയിന്റിലും ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ടായാൽ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ ഈ കണ്ടീഷൻസ്, ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് f of x എങ്കിൽ, then we can find, then there exists at least one real number c. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു റിയൽ നമ്പർ c നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും in between a and b. ഓപ്പൺ ഇന്റർവൽ AB യിൽ ഒരു റിയൽ നമ്പർ c കാണാൻ പറ്റും. ഓപ്പൺ ഇന്റർവൽ AB എന്ന് വെച്ചാൽ എയുടെയും ബിയുടെ ഇടയ്ക്കായിട്ട്, എയുടെയും ബിയുടെ ഇടയ്ക്കായിട്ട് ഒരു പോയിന്റ് c, ഒരു റിയൽ നമ്പർ c നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് f' c എന്ന് പറയുന്നത് f' c = f of b minus f of a by b minus a. f' c യുടെ വാല്യൂ f of b minus f of a by b minus a വരത്തക്ക രീതിയിൽ ഒരു c എയുടെയും ബിയുടെ ഇടയ്ക്ക് നമുക്ക് ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് f of x എങ്കിൽ ഉറപ്പായിട്ടും എയുടെയും ബിയുടെ ഇടയ്ക്ക് ഒരു c, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു c ഉറപ്പായിട്ടും ഉണ്ട്. അതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. മീൻ വാല്യൂ തിയറം ഇതാണ് പറയുന്നത്. ഇതിനകത്ത് ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ്, വേറൊരു തിയറം ഉണ്ട്. ഇത് മീൻ വാല്യൂ തിയറം. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, റോൾസ് തിയറം. അപ്പൊ മീൻ വാല്യൂ തിയറത്തിന് ഒരു കണ്ടീഷനും കൂടെ കൂടുതൽ വരുന്നേ ഉള്ളൂ. ഇത് മീൻ വാല്യൂ തിയറം ഡിഫൈൻഡ് ഇൻ AB, കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് AB, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ AB. അങ്ങനെയാണെങ്കിൽ then there exists a real number c between a and b such that f' c = f of b minus f of a by b minus a. ഇനി അടുത്ത റോൾസ് തിയറം. റോൾസ് തിയറം പറയുന്നത് ഇതാണ്: function y = f of x satisfying these conditions. 1, f of x is defined in closed AB. 2, f of x is continuous in closed AB. 3, f of x is differentiable in open AB. And ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, നാലാമതായിട്ട് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, f of a = f of b. ശരിക്കും ഇത് മീൻ വാല്യൂ തിയറത്തിന്റെ പർട്ടിക്കുലർ കേസാണ് റോൾസ് തിയറം. എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അപ്പൊ ഈ മീൻ വാല്യൂ തിയറത്തിന്റെ കൺക്ലൂഷൻ എന്തായിട്ട് മാറും? f of b യും f of a യും സെയിം ആണെന്ന് പറഞ്ഞിരുന്നത്. ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? that becomes 0. Then there exists a real number c between a and b such that f' c = 0.
എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിൽ ഒരു സി എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അതാണ് റോൾസ് തിയറം പറയുന്നത്. അപ്പൊ ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സി കിട്ടും. കണ്ടീഷൻ ഉണ്ടെങ്കിൽ കൺക്ലൂഷൻ ഉണ്ട്. ഇത് മുഴുവൻ കണ്ടീഷൻസും പിന്നെ ഈ പറയുന്ന കൺക്ലൂഷനും. കണ്ടീഷനും ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺക്ലൂഷൻ ഉണ്ട്. ഈ മീൻ വാല്യൂ തിയറത്തിന്റെ ആദ്യ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ കൺക്ലൂഷനായ എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ വരുന്ന ഒരു സി ഉണ്ട്. റോൾസ് തിയറം പറയുമ്പോൾ ഈ 4 കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് സി എന്നുള്ള 0 വരും. അങ്ങനെ ഒരു സി കിട്ടും. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം, ഈ കണ്ടീഷൻസും കൺക്ലൂഷൻസും. അപ്പം വെരിഫൈ മീൻ വാല്യൂ തിയറം അല്ലെ വെരിഫൈ റോൾസ് തിയറം ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ അത് ശരിക്കും പഠിച്ചോ. ഈ കണ്ടീഷൻ അപ്പൊ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെയ്യണ്ടേ. ഇവിടെ ഇക്വേഷൻ ഒന്നുമല്ല, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസും കൺക്ലൂഷൻസും. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കണ്ടീഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം, കൺക്ലൂഷനും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് രണ്ടും നോക്കിയാൽ റോൾസ് തിയറമായി. മനസ്സിലായോ? അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. വെരിഫൈ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ x square plus 2x minus 8. x square plus 2x minus 8 in minus 4 2. ഈ ഫംഗ്ഷൻ f of x equal to x square plus 2x minus 8 ക്ലോസ് ഇന്റർവെൽ a b യുടെ സ്ഥാനത്ത് -4 2. അപ്പോൾ ഇവിടെ നമ്മൾ റോൾസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. റോൾസ് തിയറം വെരിഫൈ ചെയ്യാം. റോൾസ് തിയറത്തിന്റെ കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കണ്ടീഷൻസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം, കൺക്ലൂഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ആദ്യം കണ്ടീഷൻസ് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ അല്ലേ. എഫ് ഓഫ് എക്സ് പോളിനോമിയലാണ്. പോളിനോമിയലിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ആണ്, എല്ലായിടത്തും ഡിഫൈൻഡും ആണ്, കണ്ടിന്യൂസും ആണ്. നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ കാര്യം മാത്രം മതി. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ച് ചുമ്മാ എഴുതി വെച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. Therefore എഫ് ഓഫ് എക്സ് ഈസ്, ഒന്നാമത്തെ കണ്ടീഷൻ, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് -4 2. എഫ് ഓഫ് എക്സ് ഈസ്, രണ്ടാമത്തേത്, കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് -4 2. ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസും ആണ്, ഡിഫൈൻഡും ആണ്. ഇനി മൂന്നാമത്തേത് ഡിഫറൻഷ്യബിൾ ആണോ. ഡിഫറൻഷ്യബിൾ ആണോ നോക്കണേ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താലാണ് ഡിഫറൻഷ്യബിൾ ആവുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തേത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, എഫ് ഡാഷ് എക്സിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 1 2 വരും. 2 ഇൻറ്റു 1 മൈനസ് 8ന്റെ ഡെറിവേറ്റീവ് 0, അതായത് 2x പ്ലസ് 2. എഫ് ഡാഷ് എക്സ് 2x പ്ലസ് 2. ഇതും പോളിനോമിയലാണ്. പോളിനോമിയൽ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്ന. അപ്പൊ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പോളിനോമിയൽ കിട്ടിയത്. പോളിനോമിയൽ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് എഴുതാം therefore f of x is differentiable. f of x is differentiable in open -4 to ഓപ്പൺ ഇന്റർവെല്ലിൽ. നമുക്ക് ഇവിടെ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എഴുതിയാൽ മതി. ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഇത് ചുമ്മാ എഴുതിയാൽ മതി. പോളിനോമിയൽ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഡെറിവേറ്റീവ് ആണോ ഉണ്ടോന്ന് അറിയാണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കണം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴും പോളിനോമിയൽ ആണ്, അത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ എഴുതൂ. അപ്പോൾ റോൾസ് തിയറം ആയതുകൊണ്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. നാലാമതായിട്ട് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ -4 ആണ്. എഫ് ഓഫ് -4 കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സിലെ എക്സിന് വരെ ഇട്ട് കൊടുക്കണം. എഫ് ഓഫ് എക്സ് എക്സിന് വരെ ഇട്ട് കൊടുക്കുമ്പോൾ -4ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -4 -8. -4ന്റെ സ്ക്വയർ 16 -8 -8 -8 -8 വരും -16 വരും. 16 -16 0 വരും. എഫ് ഓഫ് 0 വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയാൽ മതി. ആ വാല്യൂ തന്നെ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോഴും കിട്ടണം. ഇവിടെ 0 കിട്ടിയോണ്ട് ഇത് കാണുമ്പോൾ 0 കിട്ടണം. ഇവിടെ 1 ആണ് കിട്ടുന്നെങ്കിൽ ഇത് കാണുമ്പോൾ 1 കിട്ടണം, എങ്കിലേ റോൾസ് തിയറം ശരിയാവുള്ളൂ. എഫ് ഓഫ് 2 B2 അല്ലേ, എ ബി 2 ആണ്. ഇവിടെ ഇട്ട് കൊടുക്കുക. 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 -8. 2 സ്ക്വയർ 4 പ്ലസ് 4 -8 0 വരും.
ഉറപ്പാണ് 0. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. ഓൾ കണ്ടീഷൻസ് ഇൻ റോൾസ് തിയറം ആർ സാറ്റിസ്ഫൈഡ്. റോൾസ് തിയറത്തിൽ പറയുന്ന 4 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സാറ്റിസ്ഫൈ അപ്പോൾ കണ്ടീഷൻസ് എല്ലാം ഓക്കെ, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഇനി കൺക്ലൂഷനും കൂടി ഉണ്ടോ എന്ന് നോക്കണം. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം, കൺക്ലൂഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ there exists a real number c between a and b such that f dash c equal to 0 എന്നല്ലേ. f dash c 0 വരുന്ന ഒരു c ഉണ്ടോ നോക്കിയാൽ മതി. f dash c 0 വരുന്ന ഒരു c എയുടെയും ബിയുടെയും അതായത് -4ന്റെയും 2ന്റെയും ഇടയ്ക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. f dash c നോക്കാം. f dash x നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. f dash x 2x plus 2 അല്ലേ. നമുക്കറിയാം we have f dash of x is equal to 2x plus 2. f dash c എന്ന് പറയുന്നത് x നെ മാറ്റി c ആക്കിയാൽ മതി. 2c plus 2. ഈ റോൾസ് തിയറത്തിന്റെ കൺക്ലൂഷൻ f dash c equal to 0 അല്ലേ. നമ്മൾ അത് തന്നെ ഇവിടെ എടുക്കുന്നു. f dash c equal to 0 implies f dash ന് 2c plus 2 equal to 0. അപ്പോൾ റോൾസ് തിയറം ആണെങ്കിൽ 0 എന്ന് എടുക്കാവുള്ളൂ. മീൻ വാല്യൂ തിയറം ആണെങ്കിൽ f of b minus f of a by b minus a നോക്കി കണ്ടു എടുക്കണം. അപ്പോൾ 2c equal to -2. That implies c is equal to -2 by 2 -1. ഈ -1 -4ന്റെയും 2ന്റെയും ഇടയ്ക്കല്ലേ വരുന്നത്. -4 ഇത് -4 ഇത് +2 ഇതിന്റെ ഇടയ്ക്കാണ് -1 ഇവിടെ ഇടയ്ക്കായിട്ട് വരും. അപ്പം ബിലോങ്സ് നടുക്ക് പറഞ്ഞില്ല, അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -4 to -4ന്റെയും 2ന്റെയും ഇടയിൽ എവിടെയെങ്കിലും വന്നാൽ മതി. അപ്പോൾ നോക്കുക, we can find a real number c equal to -1 between -4 and 2. -4ന്റെയും 2ന്റെയും ഇടയ്ക്ക് ഒരു c നമുക്ക് കിട്ടി, ഉറപ്പായിട്ട് കിട്ടി. അപ്പം കൺക്ലൂഷനും സാറ്റിസ്ഫൈഡ് ആയി. അപ്പം കൺക്ലൂഷനും ഓക്കെ ആയി. ഇപ്പോൾ റോൾസ് തിയറത്തിന്റെ കണ്ടീഷൻസ് നമുക്ക് ആദ്യം കിട്ടിയിരുന്നു, ഇപ്പോൾ കൺക്ലൂഷനായ സിയും കിട്ടി. അതുകൊണ്ട് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. രണ്ട് ഭാഗവും കിട്ടിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ആയി. വെരിഫിക്കേഷൻ പറഞ്ഞാൽ രണ്ട് സൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓക്കെ ആയി. റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ക്ലിയർ ആയല്ലോ. ഇനി ഇതുപോലെ തന്നെ മീൻ വാല്യൂ തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വെരിഫൈ മീൻ വാല്യൂ തിയറം. വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് പാർട്ടും ചെയ്യണം. വെരിഫൈ മീൻ വാല്യൂ തിയറം. x cube minus 5x square minus 3x. x cube minus 5x square minus 3x. x cube minus 5x square minus 3x in closed 1 3. Closed interval 1 3. Function f of x എന്ന് പറയുന്നത് x cube minus 5x square minus 3x. ഇവിടെ നോക്കുക, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് മീൻ വാല്യൂ തിയറമാണ്. മീൻ വാല്യൂ തിയറത്തിന് 3 കണ്ടീഷൻ ഉള്ളൂ. വെരിഫൈ മീൻ വാല്യൂ തിയറം എന്നാ. മീൻ വാല്യൂ തിയറത്തിന് 3 കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് പോളിനോമിയലാണ്. എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ അല്ലേ. പോളിനോമിയൽ ആയത് ഡിഫൈൻഡും ആണ്, കണ്ടിന്യൂസ് ആണ്. ഡിഫൈൻഡ് ഇൻ ഒന്നാമത്തെ കണ്ടീഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് 1 3. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് 1 3. ഡിഫൈൻഡും കണ്ടിന്യൂസും ആണ്. പോളിനോമിയൽ ആണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, നേരിട്ട് തന്നെ എഴുതാം. ഇനി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ ഡെറിവേറ്റീവ് കാണും. മൂന്നാമത്തെ കണ്ടീഷൻ എഴുതാൻ വേണ്ടി ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നേരിട്ട് ഡെറിവേറ്റീവ് എഴുതണം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. 5 ഇൻറ്റു 2x 10x വരും. മൈനസ് 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 3. ഇതും പോളിനോമിയലാണ്. എക്സിസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പോളിനോമിയലാണ്, എക്സിസ്റ്റ് ചെയ്യും, ഒന്നും സംശയിക്കില്ല. അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താലല്ലേ ഡിഫറൻഷ്യബിൾ എന്ന് നമ്മൾ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ 1 3 മതി. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് മതി. അപ്പം കണ്ടീഷൻസ് എല്ലാമായി. ഓൾ കണ്ടീഷൻസ് ഇൻ മീൻ വാല്യൂ തിയറം ആർ സാറ്റിസ്ഫൈഡ്. കണ്ടീഷൻസ് എല്ലാം ഓക്കെ. ഇനി കൺക്ലൂഷനും കൂടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം മീൻ വാല്യൂ തിയറത്തിന്റെ കൺക്ലൂഷൻ റോൾസ് തിയറം പോലെ ഇച്ചിരി നീളം കൂടുതലാണ്. എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. എഫ് ഡാഷ് സി കാണണം, എഫ് ഓഫ് ബി കാണണം, എഫ് ഓഫ് എ കാണണം, എന്നിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പം കണ്ടീഷൻസ് എല്ലാം ആയി. ഓൾ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇനി കൺക്ലൂഷൻ ചെയ്യാൻ പോവാം. അതിനായിട്ട് എഫ് ഡാഷ് സി വേണം. എഫ് ഡാഷ് എക്സ് നമുക്കറിയാം 3x സ്ക്വയർ മൈനസ് 10x മൈനസ് 3. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എക്സിനെ മാറ്റി സി ആക്കിയാൽ മതി. 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3.
എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നല്ലേ. എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും ഒക്കെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് ബി, ബി എന്ന് പറഞ്ഞാൽ 3 ആ. എഫ് ഓഫ് 3, എഫിന്റെ അകത്ത് എക്സിന് വരെ 3 കൊടുക്കണം. എഫ് എഫ് ഡാഷ് ഒക്കെ ഉണ്ട്, തെറ്റിപ്പോയൊക്കെ എഫിന്റെ അകത്ത് വേണം കൊടുക്കാൻ. 3 ക്യൂബ് മൈനസ് 5 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 3. 3 ക്യൂബ് എന്ന് വെച്ചാൽ 27. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. 9 ഇൻറ്റു 5 വരുമ്പോൾ 45 വരും. മൈനസ് 45 മൈനസ് 9. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 27 കിട്ടും. മൈനസ് 27. ഇനി എഫ് ഓഫ് എ, എഫ് ഓഫ് 1 ഇവിടെ കൊടുക്കുക. 1 ക്യൂബ് മൈനസ് 5 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1. 1 ക്യൂബ് 1 മൈനസ് 5 മൈനസ് 3 എത്രയാണ്? മൈനസ് 7. ഇനി നമ്മൾ കൺക്ലൂഷൻ എഴുതാൻ പോവാം. മീൻ വാല്യൂ തിയറത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇങ്ങനെ ദാറ്റ് ഇംപ്ലൈസ് എഫ് ഡാഷ് സി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു എഫ് ഓഫ് ബി നമുക്ക് ഇപ്പോൾ കിട്ടി മൈനസ് 27. മൈനസ് 27 മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 7 ബൈ ബി മൈനസ് എന്ന് വെച്ചാൽ 3 മൈനസ് 1. ശരി, അതായത് 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു മൈനസ് 27 പ്ലസ് 7. മൈനസ് 27 പ്ലസ് 7 വരും, മൈനസ് 20 വരും. മൈനസ് 20 ബൈ 3 മൈനസ് 1 2. അതായത് 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു മൈനസ് 10 കിട്ടും. ഇനി മൈനസ് 10 കൂടെ ഇപ്പഴേ കൊണ്ടുവന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. അപ്പൊ ഞാനിത് ദാറ്റ് ഈസ് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പൊ മൈനസ് 10 കൂടി ഇപ്പഴേ കൊണ്ടുവരിക. 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 പ്ലസ് 10 ഈക്വൽ ടു 0. മൈനസ് 3 പ്ലസ് 10 എന്ന് വെച്ചാൽ 7. 3c സ്ക്വയർ മൈനസ് 10c പ്ലസ് 7 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇപ്പൊ സി കാണേണ്ട മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് വെച്ച് കണ്ടുപിടിക്കാം. മൈനസ് ബി, മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 10 മൈനസ് 10 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 10ന്റെ സ്ക്വയർ ആണ്. മൈനസ് 10ന്റെ സ്ക്വയർ 100 വരും. മൈനസ് 4ac 4 ഇൻറ്റു 3 ഇൻറ്റു 7 4 ഇൻറ്റു 3 ഇൻറ്റു 7 4 ഇൻറ്റു 3 ഇൻറ്റു 7 ബൈ 2a 2 ഇൻറ്റു 3. മൈനസ് 10 വരും, പ്ലസ് 10 വരും. 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100 മൈനസ് എത്ര വരും? 7 into 3 21. 21 into 4 84 വരും. 84 by 6 equal to 10 plus or minus 100 minus 84 എന്ന് പറഞ്ഞാൽ 16. 16ന്റെ റൂട്ട് എടുക്കുമ്പോൾ 4 വരും by 6. അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ 10 plus 4 by 6 ഉണ്ട്, 10 minus 4 by 6 ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. 10 plus 4 by 6 എന്ന് വെച്ചാൽ 10 plus 4 14 by 6 ഉണ്ട്, 6 by 6 ഉണ്ട്. 14 by 6 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 2.3 വരും. ഇത് 1 വരും. അപ്പം നമുക്ക് വേണ്ടത് ഓപ്പൺ ഇന്റർവൽ 1 3യുടെ പോയിന്റ്. 1ന്റെയും 3യുടെ ഇടയ്ക്ക് 1ഓ 3ഓ വരാൻ പാടില്ല. 1ന്റെയും 3യുടെ ഇടയ്ക്ക് ഇങ്ങനെ 2 സി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സിക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. 2.3ഉം 1ഉം ഒരെണ്ണമെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി. 1ന്റെയും 3യുടെയും ഇടയ്ക്കാണ് 2.3. ഇത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം സി ഇസ് ഈക്വൽ ടു 2.3 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ 1 3. 1ന്റെയും 3യുടെ ഇടയ്ക്കാണ് ഇത് കിട്ടിയത്. അപ്പൊ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി. ഉള്ളതെല്ലാം കിട്ടണമെന്നില്ല, ഒരു സി എങ്കിലും വന്നാൽ മതി. ഉറപ്പായിട്ടും മിനിമം ഒരു സി ഉള്ളതാണ്. അപ്പൊ ഒരെണ്ണമെങ്കിലും വന്നാൽ മതി. അപ്പൊ നമുക്ക് 2.3 ഇതിന്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൺക്ലൂഷൻ ഓൾസോ സാറ്റിസ്ഫൈഡ്. മീൻ വാല്യൂ തിയറത്തിന്റെ കൺക്ലൂഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. കണ്ടീഷൻ ആദ്യം നമ്മൾ പറഞ്ഞു, ഇപ്പം കൺക്ലൂഷനുമായി മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. ക്ലിയർ ആയില്ലേ? ഓക്കെ.
question, f of x equal to greatest integer function of x infinite. Examine the applicability of Rolle's theorem. Rolle's theorem or mean value theorem. ഈ റോൾസ് തിയറം അല്ലെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആപ്ലിക്കബിൾ ആണോ എന്ന് അറിയാനായിട്ട് കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ സി ഉറപ്പായിട്ട് കിട്ടും. സി കണ്ടുപിടിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. എക്സാമിൻ വെദർ റോൾസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ഓർ നോട്ട്. ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ആപ്ലിക്കബിൾ ഫൈൻഡ് സി എന്ന് ചോദിച്ചാൽ കൺക്ലൂഷനോട് ചെയ്യണം. ഇവിടെ ഇപ്പം കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓർക്കുന്നുണ്ടോ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോകും. നിങ്ങൾ കഴിഞ്ഞ വർഷം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ അകത്ത് ഈ ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അതായത് 0 തൊട്ട് 1 വരെ. സീറോ തൊട്ട് 1 വരെ. 1 ഇല്ല, 1ന് തൊട്ട് മുമ്പ് വരെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 0 ആണ്. ഇവിടെ 0 വരും. അപ്പോൾ 0 തൊട്ട് നമ്മളിങ്ങനെ ഇത് 0, 1, 2, 3 ഇങ്ങനെ വരും. 1 തൊട്ട് 2 വരെ. അപ്പോൾ ഇവിടെ വരുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് വെച്ചാൽ ഈ 1 ആണ്. 2 തൊട്ട് 3 വരെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 2 ആണ്. അതിനെക്കാട്ടിലും കുറവ്, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 3.5 എന്ന് വെച്ചാൽ 3.5-നേക്കാട്ടിലും ഈക്വലോ അതിനേക്കാളും ചെറുതോ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന മാക്സിമം ഇന്റിജർ ആയി വെച്ചിരിക്കുന്നത് 3 ആണ്. 3യുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 3 തന്നെയാണ്. -2.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ അത് നിങ്ങൾ തെറ്റിക്കും. -2.5-നേക്കാട്ടിലും അതിനേക്കാളും ചെറിയ ഇന്റിജർ ആണ്. അപ്പം -2.5 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് -2, -3, -2.5 ഇവിടെയാണ്. അപ്പം അതിൻ്റെ അകത്ത് വന്നേക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് വെച്ചാൽ -3 ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച -3 നെഗറ്റീവ് വരുമ്പം തെറ്റിക്കരുത്, തിരിഞ്ഞു പോകും. -3 പുറകിലുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x എന്ന് വെച്ചാൽ അതാ മീനിങ്. ദ ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. The integer less than or equal to x. The greatest integer less than or equal to x. x-നെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഇന്റിജർ. അതായത് -2.5-നേക്കാളും ചെറിയ ഒരുപാട് ഇന്റിജേഴ്സ് ഉണ്ട് ഇവിടെ. -3 ഉണ്ട്, -4 ഉണ്ട്, -5 ഉണ്ട്. ഇതെല്ലാം ഇതിനെക്കാട്ടിലും ചെറിയ ഇന്റിജേഴ്സ്. ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ ഇന്റിജേഴ്സ്. അപ്പൊ അതിനെ വലുതെന്ന് പറഞ്ഞാൽ -3 ആണ്. ചെറുതിലെ വലുത്. അതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത്. അപ്പം 0 തൊട്ട് 1 വരെ. 0 തൊട്ട് 1-ലെത്തുമ്പോഴേ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. 1 വരുമ്പം ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 1 ആണ്. പക്ഷെ അതിന് മുമ്പ് കംപ്ലീറ്റ് 0 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. അതുപോലെ 1 തൊട്ട് ഇവിടെ എല്ലായിടത്തും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഈ 1 ആണ്. 2 വരുമ്പോഴത്തേക്ക് നേരെ 2ലേക്ക് ജമ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. കഴിഞ്ഞ വർഷം പഠിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തന്നേയുള്ളൂ. ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന് റോൾസ് തിയറം അല്ലെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ടിന്യൂസ് ആണോ? ഇവിടെ വരെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. പിന്നെ ഇവിടുത്തെ ഒരു ജമ്പ, ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതുപോലെ 2-ല് കണ്ടിന്യൂസ് അല്ല, 3-ല് കണ്ടിന്യൂസ് അല്ല. ഇവിടുന്ന് ബ്രേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് വന്നാൽ കണ്ടിന്യൂസ് അല്ല. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരുമ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവിടെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ പോയിന്റിലൊന്നും കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇന്റിജേഴ്സിൽ ഒന്നും കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്ക് പറയാം f of x is the greatest integer function. This function is not continuous at the integers. ഇന്റിജേഴ്സിൽ ഒന്നും കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്കിവിടെ 5 കണ്ടിന്യൂസ് ആണെന്ന് കിട്ടണമായിരുന്നു. കണ്ടിന്യൂസ് ആണോ? അപ്പം f of x is not continuous at 5, 6, 7, 8, 9. 5 തൊട്ട് 9 വരെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 5 തൊട്ട് 9 വരെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ അത് കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഫൈനൈറ്റ്. f of x is not continuous in closed finite. അപ്പോൾ ഒരു കണ്ടീഷൻ തെറ്റിപ്പോയി. ഇനി ബാക്കി നോക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിപ്പോയാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. ശരിയാണെങ്കിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. തെറ്റാണെങ്കിൽ ഒരെണ്ണം തെറ്റിയാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പം കണ്ടിന്യൂറ്റി ഇവിടെ പോയി. അപ്പം ഇതിന് റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറത്തിന് ഈ കണ്ടീഷൻ ഉണ്ടല്ലോ. മീൻ വാല്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. റോൾസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ
കണ്ടിന്യൂസ് ആണോ ഡിഫൈൻഡ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂറ്റി ഇല്ല, അതുകൊണ്ട് ഇവിടെ റോൾസ് തിയറോ മീൻ വാല്യൂ തിയറോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻ 1 2, എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻ 1 2. ഇവിടെ റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? റോൾസ് തിയറം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം കണ്ടീഷൻ നോക്കാം നമുക്ക്. പോളിനോമിയൽ ഫംഗ്ഷനാണ്, പോളിനോമിയൽ ആയതുകൊണ്ട് ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. 1ഉം 2ഉം ഉണ്ട്, 1ഉണ്ട് 2ഉം ഉണ്ട്. ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് 1 2, കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് 1 അതൊക്കെ ഉണ്ട്. ഡിഫറൻഷ്യബിൾ ആണ്. തേർഡ് കണ്ടീഷൻ നോക്കാൻ എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് എക്സ് സ്ക്വയറിന്റെ 2x മൈനസ് 1ന്റെ 0 ഇതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പോളിനോമിയൽ അല്ലേ, അപ്പം ഡിഫറൻഷ്യബിളും ആണ്. 1ഉം 2ഉം 3ഉം ഉണ്ട്. മീൻ വാല്യൂ തിയറം ആണെങ്കിൽ ഇവിടെ നിന്ന് വെച്ചാൽ ഓക്കെ ആയി. മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണ്, ഇവിടെ ആപ്ലിക്കബിൾ ആണ്. റോൾസ് തിയറം ആകുമ്പോൾ ഒരു കണ്ടീഷൻ കൂടെ നോക്കണം. അപ്പോൾ ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നാലാമതായിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കൂടെ നോക്കണം. എഫ് ഓഫ് എ 1, എഫ് ഓഫ് 1, എഫ് ഓഫ് 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ മൈനസ് 1 0 വരും. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി 2 ആണ്, 2 സ്ക്വയർ മൈനസ് 1 അത് 3 ആണ്. ശരിയാണോ? എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി, ഈ കണ്ടീഷൻ മാത്രമില്ല. റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണോ? റോൾസ് തിയറത്തിന്റെ നാലാമത്തെ കണ്ടീഷൻ തെറ്റിപ്പോയി, അതുകൊണ്ട് ഹിയർ റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ. പക്ഷേ ഇവിടെ മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണ്. മീൻ വാല്യൂ തിയറത്തിന് ഈ കണ്ടീഷൻ ഇല്ലായിരുന്നു, ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മീൻ വാല്യൂ തിയറം ഇതിന് ആപ്ലിക്കബിൾ ആണ്, പക്ഷേ റോൾസ് തിയറം ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആയോ? ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഇനി ആപ്ലിക്കബിൾ ഇവിടെ മീൻ വാല്യൂ തിയറം, മീൻ വാല്യൂ തിയറമാണ് ചോദിക്കുന്നതെങ്കിൽ എക്സാമിൻ വെദർ മീൻ വാല്യൂ തിയറം ഈസ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചേക്കുന്നെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി. ഓൾ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദെയർഫോർ മീൻ വാല്യൂ തിയറം ഈസ് ആപ്ലിക്കബിൾ എന്ന്. അതേസമയം if applicable ഫൈൻഡ് സി എന്നും കൂടെ ചോദിച്ചെങ്കിൽ കൺക്ലൂഷനും കൂടെ ചെയ്യണം. സി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ വെച്ചുകൊണ്ട് ആ സിയും കൂടെ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഡിഫറൻസിയേഷൻ ഫുള്ള് തീർന്നു. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിച്ചോളാം. ഇത് പഠിച്ചാൽ ഇനി അങ്ങോട്ട് അടുത്ത ഒരു 5-6 ചാപ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്നു, അതെല്ലാം ശരിക്കും മനസ്സിലാവുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് പഠിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും